ഗുരുവായൂർ ആനക്കോട്ടയിലെ കൊമ്പൻ ഗോകുൽ ചരിഞ്ഞ സംഭവത്തിൽ അന്വേഷണത്തിന് ഗുരുവായൂർ ദേവസ്വം. ആന ചരിയാൻ കാരണം പാപ്പാന്മാരുടെ ക്രൂരമർദ്ദനമെന്ന ആരോപണത്തെ തുടർന്നാണ് ഈ അന്വേഷണം വരുന്നത്. റാഫി കരീം തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. റാഫി പറയും. SKN ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ആനയായ ഗോകുൽ ചെരിഞ്ഞ സംഭവത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ 2 പേർക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. ഇവർ ഇന്ന് പുന്നത്തൂരിലെ കോട്ടയിലെത്തി വിവരങ്ങൾ ശേഖരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ഈ ആന ചെരിയാനുള്ള കാരണം പാപ്പാന്മാരും ഒപ്പം തന്നെ പുറത്തുനിന്നെത്തിയ ആളുകളും ഈ ആനയെ ക്രൂരമായി മർദ്ദിച്ചതാണ് എന്നുള്ളതാണ് ആക്ഷേപമായി ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മൃഗസംരക്ഷണ വകുപ്പ് വിഭാഗങ്ങൾ തന്നെ പരാതികളും നൽകിയിരുന്നു. ഒപ്പം തന്നെ ആനസ്നേഹികളുടെ സംഘടനയും ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രധാനമായും ഈ ആനപ്പാപ്പാന്മാർ ഈ ആനയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പുറത്തുനിന്ന് എത്തിയ ആളുകളും രാത്രിയിൽ ആനയെ സാരമായി മർദ്ദിച്ചിരുന്നു. അതിനുശേഷമാണ് ആന അവശനിലയിലായ ആനയെ ഫിറ്റ്നസ് നൽകി വീണ്ടും എഴുന്നള്ളിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നും ആക്ഷേപമുണ്ട്. ഇതിനിടെയാണ് ഇപ്പോൾ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഇന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നത് പ്രധാനമായും പാപ്പാന്മാരിൽ നിന്നുകൂടി ആയിരിക്കും. ഒപ്പം തന്നെ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക കണ്ടെത്തൽ എന്നുള്ളത് ആന്തരിക ക്ഷതമേറ്റതാണ് മരണകാരണം എന്നുള്ളതാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ആദ്യഘട്ടത്തിൽ നൽകിയ വിശദീകരണം മറ്റൊരു ആനയിൽ നിന്ന് കുത്തേറ്റതിൽ മൂലമുണ്ടായ ആന്തരിക ക്ഷതമാണ് മരണകാരണമെന്നാണ്. എന്തായാലും സംഭവത്തിൽ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടുത്ത ദിവസം പുറത്തു വരികയും ചെയ്യും. ഇതിനുശേഷം ഈ പാപ്പാന്മാർക്കെതിരെ നടപടിയടക്കമുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.